നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഈ ഇന്ദ്രജിത്തിനെ വധിക്കാൻ പോകുന്ന സന്ദർഭം വരെയാണ്. വധത്തിലേക്ക് എത്തിയില്ല. ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥൻ, ഞാനത് ആദ്യം ആ പേര് കേട്ടപ്പോൾ ആദ്യം പരാമർശിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അത് മേഘനാദം എന്ന് പറയും, ഇടിമുഴക്കം, നിർഘാത ഘോരാരവം, ഇടിമുഴക്കത്തിൻ്റെ അതിശക്തമായ രീതി നമുക്കറിയാവുന്നതാണ്. മിന്നലുണ്ടാവുക, ശബ്ദവും അന്നേരം തന്നെ ഉണ്ടാവുക. പക്ഷേ ശബ്ദത്തിൻ്റെ വേഗത്തെക്കാളും കുറച്ചാണ് ശബ്ദത്തിൻ്റെ വേഗം എന്നുള്ളത് കൊണ്ട് മിന്നലിൽ കഴിഞ്ഞതിന് ശേഷമാണ് നാം ഇടി ശബ്ദം കേൾക്കുന്നത്. എന്നാലും അത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇടിമുഴക്കം പോലൊരു ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നവനാണ്. കാരണം അച്ഛനും അങ്ങനെ ആയിരുന്നല്ലോ. രാവണനും കടുതരമായ രവം അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിച്ചിരുന്ന ആളാണ്. അവിടെ രാവണൻ എന്ന് പേര് തന്നെ അതുകൊണ്ട് കിട്ടിയതാണ്. രവം പുറപ്പെടുവിച്ച ആൾ, അതിശക്തമായ ഭയപ്പെടുത്തുന്ന ഭീതിതമായ ശബ്ദം പുറപ്പെടുവിച്ചത് കൊണ്ട് രാവണൻ എന്ന് പേര് കിട്ടിയതാണ്. അതുപോലെ തന്നെയാണ് മേഘനാഥനും അത്ര ശക്തമായി ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് നമുക്ക് മൈക്കൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ശബ്ദം ദൂരെ കിട്ടും. മറ്റേത് മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ശബ്ദിച്ചാൽ ദൂരെ കേൾക്കാം. ഇടിമുഴ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ശബ്ദിച്ചാൽ അങ്ങേ കുന്ന് വരെ കേൾക്കുന്ന രീതിയിൽ ഈ ശബ്ദം പുറപ്പെടുവിക്കാം. സിംഹനാദം എന്ന് പറയും. ഹനുമാനൊക്കെ അങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുമായിരുന്നാണ് പറയുന്നത്. എന്തായാലും ശബ്ദത്തിന് അല്ലാത്ത സിദ്ധി ഉണ്ടല്ലോ. ഇരിക്കട്ടെ, ഇവിടെ ഈ ഇന്ദ്രജിത്തിനെ വധിക്കാൻ തയ്യാറെടുക്കുകയാണ്. വിഭീഷണൻ്റെ വാക്കുകൾ പറഞ്ഞു, ഇങ്ങനെ ഇന്ദ്രജിത്ത് വധിക്കപ്പെടണമെങ്കിൽ ലക്ഷ്മണനെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. 12 വർഷം നിത്യബ്രഹ്മചാരിയോടെ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ജീവിക്കുകയും പിന്നെ ആഹാരങ്ങളൊന്നും ഇല്ലാതെ വ്രതാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഒരാൾക്ക് മാത്രമേ അയാളെ വധിക്കാൻ കഴിയൂ. അതുകൊണ്ട് ലക്ഷ്മണൻ തന്നെ വരുന്നതാണ് നല്ലത്. സഹായികളായി ഞങ്ങളെല്ലാവരും ഉണ്ടാവും എന്ന് വിഭീഷണൻ പറഞ്ഞു. വിഭീഷണൻ ഞങ്ങളെല്ലാവരും എന്ന് പറയുന്നത് വാനരപ്പടയും കൂടെ ചേർത്താണ് കേട്ടോ, അല്ലാതെ വിഭീഷണന് വേറെ ആരുമില്ലല്ലോ കൂടെ. അതെല്ലാം കൂടെ ചേർന്ന് ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ ഒട്ടൊന്ന് ആലോചിച്ചിരുന്നു എന്ത് വേണം. അതിനുശേഷം ലക്ഷ്മണനെ വിളിച്ച് പറഞ്ഞു, ലക്ഷ്മണ, ഹനുമാനോടും വലിയ വാനരപ്പടയോടും കൂടെ ഒരുമിച്ച് പോയി, നീ ഒറ്റയ്ക്ക് പോകണമെന്നല്ല, എല്ലാം കൂടെ ചേർന്ന് പോയിട്ട് ഇന്ദ്രജിത്തിനെ ഒന്ന് വധിച്ചിട്ടിഞ്ഞ് വരൂ. കാരണം നിസ്സാരമായ കാര്യം എടുക്കുന്നില്ല. നീ അങ്ങോട്ട് പോയി കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വേടാ എന്ന് പറയുന്ന ലാഘവത്തോടെയാണ് പറയുന്നത്. പക്ഷെ അത് രാമൻ പറയുമ്പോൾ അതിന് പിന്നിലുള്ള എല്ലാ ശക്തിയും എല്ലാ സഹായങ്ങളും ലക്ഷ്മണൻ്റെ മേൽ ചൊരിയുന്നുണ്ടെന്നുള്ളതാകുമല്ലോ അതിന് പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ ലക്ഷ്മണ, നീ ഒന്ന് പോയിട്ട് വാ, ഈ സഹായികളൊക്കെ ഉണ്ട്, അവരെല്ലാം കൂട്ടി നീ പോയി ആ ഇന്ദ്രജിത്തിനെ ഒന്ന് കൊന്നേച്ചു വാ എന്ന് പറഞ്ഞു. ഇത് കേൾക്കാതെ താമസം ഈ ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങി ലക്ഷ്മണൻ ശ്രേഷ്ഠമായ വില്ല്, നല്ലോണം ഒക്കെ അലങ്കരിച്ച് വെച്ചിരുന്ന വില്ല നല്ല ഭംഗിയിലൊക്കെ വെച്ച് തൂത്തുടച്ചൊക്കെ വൃത്തിയാക്കി വയ്ക്കും. പട്ടാളക്കാർ വിശ്രമമുള്ള സമയത്ത് ഈ തോക്കെല്ലാം പൊടി തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കുമെന്ന് പറയുന്ന പോലെ ഇയാൾ നല്ല വില്ലൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങിയതിന് ശേഷം ഇന്ന് എൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ശരങ്ങൾ ഇന്ദ്രജിത്തിനെ കൊന്ന് ഭോഗവതി നദിയിൽ സ്നാനം ചെയ്യാനായി പാതാളത്തിലേക്ക് പോകുന്ന പറയും. ഭോഗവതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നദിയൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ആ ഒരു നിലയിൽ ലക്ഷ്യം സാധിക്കും എന്നാണ്. ഒരു ലക്ഷ്യം, നമുക്കൊരു ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ മാർഗം ഏത് സ്വീകരിക്കുന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ലക്ഷ്യം നേടുക, അതാണ് ജീവിതത്തിൻ്റെ പരമമായ ധർമ്മം. എന്ത് ചെയ്തും പക്ഷേ അത് നമ്മുടെ റോഡ് നമ്മൾ മാറി സഞ്ചരിക്കരുത്. ഏതാ റോഡ്? ധർമ്മത്തിൻ്റെ റോഡാണ്, ധർമ്മത്തിൻ്റെ പാത. അപ്പോൾ ധർമ്മവീഥി വിട്ട് അധർമ്മത്തിൻ്റെ വീഥിയിലേക്ക് ഒരു ചുവട് പോലും വെക്കാതെ കർമ്മം ചെയ്യുമ്പോഴാണ് ആ കർമ്മം സഫല കർമ്മമായി തീരുകയും അനുഭവിക്കാനുള്ള അവസരം ആ ഒരു ഭാഗ്യമായി വന്നു ചേരുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ നിലയിൽ നമ്മുടെ വീഥി, നമ്മുടെ ജീവിത വീഥി, നമ്മുടെ സഞ്ചാരപഥം വളരെ ശുദ്ധമായിരിക്കുക, പവിത്രമായിരിക്കുക. അത് എപ്പോഴും വേണം. അപ്പോൾ എന്നാൽ മാത്രമേ ഈ ലക്ഷ്യം അതിൻ്റെ യഥാതഥമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ലക്ഷ്യം വളരെ പ്രധാനമാണ്. അത് സ്വീകരിക്കുന്ന പാത നമ്മൾ എപ്പോഴെങ്കിലുമായി തയ്യാർ ചെയ്ത് വച്ചിരിക്കണം.
അതുകൊണ്ടാണ് അത് ലക്ഷ്മണന് സാധിച്ചത്. ലക്ഷ്മണൻ പല ദിവസങ്ങളായി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, ഇന്ദ്രജിത്തിനെ ഞാൻ കൊല്ലും, ഇന്ദ്രജിത്തിനെ ഞാൻ കൊല്ലും, ഇങ്ങനെയുള്ള മനോഭാവമാണ്. അതായത് ശത്രു സംഹാരത്തിന് ആവശ്യമായ ഒരു മാനസികാവസ്ഥ മനഃപൂർവ്വം സൃഷ്ടിച്ച് സൂക്ഷിക്കുകയായിരുന്നു ലക്ഷ്മണൻ. രാമനും അത് തന്നെ, ഈ പാണ്ഡവന്മാരും അത് തന്നെ, രാവണനും അത് തന്നെ. എല്ലാവരും ശത്രുക്കളാകുന്ന ആളുകളെ എങ്ങനെ സംഹരിക്കാം എന്നുള്ളതിന് തൻ്റെ ബുദ്ധിയും തൻ്റെ യുക്തിയും അനുസരിച്ചുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും അത് നമുക്ക് ദോഷം വരാത്ത രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കുകയും വേണമെന്നുള്ള ശുഷ്കാന്തി ഉണ്ടാവുകയാണ്. ഈ ശുഷ്കാന്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. നമുക്കത് മാതൃകയാണ്. അല്ല രാമൻ പോയി രാവണനെ കൊന്നു, അല്ലെ ലക്ഷ്മണൻ പോയി ഇന്ദ്രജിത്തിനെ കൊന്നു എന്ന് ചുമ്മാ പറയുന്നതിനകത്ത് കാര്യമില്ല. അവർ അതിന് തയ്യാറായി പോകുമ്പോൾ അവരെന്തെല്ലാം മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പുകൾ നടത്തിയെന്നും ആ തയ്യാറെടുപ്പുകൾ നമുക്ക് ജീവിതായോധനത്തിൽ, നമ്മുടെ ജീവിതമാകുന്ന മഹായുദ്ധത്തിൽ നല്ല ഒരു പോരാളിയായി പങ്കെടുക്കുന്നതിന് എത്രത്തോളം ആവശ്യമായി വരുന്നു എന്നുള്ളതുമാണ് പഠിക്കേണ്ടത്. ഇത്തരം പഠനീയമായ സാമഗ്രികളാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടെടുക്കേണ്ടത്. ഈ സാമഗ്രികൾ കണ്ടെടുത്ത് അതിലൂടെ നമുക്ക് പോകുമ്പോൾ ഇത് നമുക്കൊരു മാതൃകയാവുന്നു. ഒരു ടോർച്ച് ബിയറർ എന്ന് പറയും, ഒരു വഴികാട്ടിയായി മാറും ഇത്തരം ആശയങ്ങൾ. അല്ലാതെ ഒരു കൊലപാതകം നടത്തി, അല്ല ഒരാളെ കൊന്നു, ദുഷ്ടനെ കൊന്നു, അല്ല ശിഷ്ടനെ രക്ഷിച്ചു, ദുഷ്ടനിഗ്രഹവും ശിഷ്ട സംരക്ഷണവുമാണല്ലോ ഈ ഇവരുടെ എല്ലാ യുദ്ധത്തിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്, ഒരു ആദർശാത്മകത എന്ന് പറയുന്നത് അതാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇത് അരിച്ചു മാറ്റി ഇതിൻ്റെ സത്യങ്ങളും തത്വങ്ങളും വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ പറഞ്ഞ് രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലനായി പോയി. അസംഖ്യം വാനരന്മാരൊക്കെ അനുഗമിക്കാനുണ്ടായിരുന്നു. കാവൽ നിൽക്കുന്ന വലിയ രാക്ഷസന്മാരെയാണ് ആദ്യം കാണുന്നത്. അതിനകത്താണ് ഇന്ദ്രജിത്ത് ഇരിക്കുന്നത്. ഇന്ദ്രജിത്ത് പോയല്ലോ, ഇവിടെ ഗുഹയിലെ പോയിരുന്ന് ധ്യാനിക്കാൻ പോയതാണ്. അതായത് ഒരു ആഭിചാര വ്രതം ഉണ്ട്, ആഭിചാര ഹോമമുണ്ട്. ആ ഹോമം നടത്തി കഴിയുമ്പോൾ ഒരു വില്ലും അമ്പും ഒക്കെ ശരമൊക്കെ കിട്ടും, ദിവ്യങ്ങളോ ആയുധങ്ങൾ കിട്ടും. അതൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇയാളെ ജയിക്കാൻ വേറെ ആരുമില്ല. ഇത് തന്നെ ഈ രാക്ഷസന്മാരുടെ ഇടയിൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇത് പ്രത്യേകമായിട്ടുള്ളതാണ്. നമ്മൾ ഈ തച്ചോളി യോധൻ്റെയൊക്കെ കഥകൾ കേട്ടില്ലേ, വടക്കൻ പാട്ട്. ഈ വടക്കൻ പാട്ടുകളിൽ എന്താണ് ഈ കച്ച മുറുക്കി ഉടുക്കും, വീരാളിപ്പട്ടു ഞൊറിഞ്ഞുടുത്തു എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പട്ടുമൊക്കെ എടുത്ത് ആയുധങ്ങളൊക്കെ ഉറുമിയെടുത്ത് അരയിൽ പിന്നെ ചുറ്റി വെച്ചു, മറ്റു വാളൊക്കെ എടുത്ത് കൈവച്ചു, വലിയ ആയോധന പടുവായിട്ടാണ് പോയിട്ട് ഭരദേവതയെ കണ്ടത്. തൊഴിൽ ഭരദേവതയാണ്. ആ ഭരദേവതയെ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് എന്നെ രക്ഷിക്കണേ, എനിക്കൊരു ആയുധാഘാതം കൊണ്ടൊന്നും അങ്ങനെ മുറിവോ ചതവോ മരണമോ ഒന്നും ഉണ്ടാകാതിരിക്കണേ ദേവി എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഭരദേവത പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ്. നമ്മൾ തന്നെ വിശ്വാസികളായ ആളുടെ കാര്യമാണ് പറയാം. നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ, ദൈവമേ ഭഗവാനെ ഒരു കുഴപ്പമൊന്നും വരില്ലേ, നന്നായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ സാധിക്കണേ ഒന്ന് പറയാറില്ലേ? നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സങ്കേതങ്ങളോട് നമുക്ക് എപ്പോഴും ഒരു വിധേയത്വമുണ്ട്. ആ വിധേയത്വം വിട്ടൊഴിഞ്ഞിട്ട് നമുക്കൊരു മനോഭാവം ഉണ്ടാവില്ല. ചിലരൊന്നും പരിഗണിക്കത്തില്ല. പണ്ടൊക്കെ ആളുകൾ യാത്ര പോകുമ്പോൾ സമയം നോക്കും, രാഹുകാലമാണെന്ന് നോക്കും, മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നോക്കും. റോഡിലോട്ട് ഇറങ്ങുമ്പോൾ വഴിയിലോട്ട് ഇറങ്ങുമ്പം ആരെങ്കിലും കാണും, കണ്ടുപോയി ഇന്ന് യാത്ര പോയിട്ടൊരു ഗുണമില്ല, അവനെ ആ കാഴ്ച കണ്ടത് നിമിത്തം കണ്ടുകൊണ്ട് പോകുന്നു, ഇന്ന് ഗുണം പിടിക്കുകയില്ല എന്ന് പറയും. അല്ലെങ്കിൽ പറ ഇന്നത്തെ ഈ നിമിത്തം കൊള്ളാമല്ലോ എന്ന് വിചാരിക്കും. കുചേലൻ തന്നെ കൃഷ്ണനെ കാണാൻ പോകുമ്പോഴേ ഒരുപാട് നാൾ കൃഷ്ണനെ കാണാതിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ കുചേലൻ സുദാമ ബ്രാഹ്മണ, അതാ മൊത്തം പേര് സുദാമാവ്. കുചേലൻ എന്ന് പറയുമ്പോൾ കൂച്ചേല ആയതുകൊണ്ടാണ്. അതായത് പഴകിയ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ മുഷിഞ്ഞ വസ്ത്രമൊന്നുമല്ല. പഴകിയ വസ്ത്രം ധരിക്കുന്ന കൂച്ചേലയാണ്, നല്ല വസ്ത്രമല്ല, പഴകിയതും പിഞ്ഞതുമായ വസ്ത്രമാണ്. അതുകൊണ്ട് കുചേലൻ എന്ന് വാക്ക് വന്നത്. മറ്റേത് സുദാമാവാണ് ശരിയായ പേര്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് ചാലയെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷികളുടെ കോലാഹലവും കേട്ടുകൊണ്ട് നിർഗമിച്ചു എന്നാണ്. ചകോര ഉപ്പൻ പക്ഷിയാണ്, അതിൻ്റെ കോലാഹലം കേട്ടുകൊണ്ടാണ് പോകുന്നത്, കാര്യം സാധിക്കും എന്നാണ്. അപ്പോൾ യാത്ര ഏത് കാര്യം മുമ്പിൽ കാണുമ്പോഴും മദ്യം, പച്ചയിറച്ചി, മണ്ണ്, ശവവും, കത്തുന്നത്, ഈ അക്ഷതം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ യാത്രയിൽ കണ്ട വിഷമമാണെന്നാണ്. അപ്പോൾ നല്ല നിമിത്തമുണ്ട്, അതുപോലെ നല്ല സമയമുണ്ട്, നല്ല ആരാധനയുണ്ട്, നല്ല പ്രാർത്ഥനയുണ്ട്. ഏത് കർമ്മങ്ങൾക്ക് പോകുമ്പോഴും ഒരു മുന്നൊരുക്കമുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആ മുന്നൊരുക്കത്തിനാണ് പ്രാധാന്യം. ആ മുന്നൊരുക്കം വളരെ പ്രധാനമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ആവശ്യമാണ്. അത് നമ്മൾ ഫോൺ ചെയ്ത് ഞാൻ ഒരു 10:30 മണിയാകുമ്പോൾ അവിടെ എത്തും, നീ അവിടെ കാണത്തില്ലേ, എങ്ങനെ പോകല്ലേ, ഞാൻ അത് കാത്തിരിക്കുകയാണെന്ന് എനിക്കുമ്പോൾ നീ അവിടെ ഉണ്ടാവണം, നമ്മളങ്ങോട്ട് പറയുന്നു. കണ്ടോ, ഏതാനും നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കമാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ മനസ്സുകളിലുള്ളതാണ്, നമ്മുടെ താല്പര്യങ്ങളിലുള്ളതാണ്. ഇതൊന്നും വിട്ടുകഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല. പക്ഷേ ഇതൊന്നും പെട്ടെന്നൊന്നും ആരും ഓർക്കുകയോ ഇത് സമ്മതിച്ചു കൊടുക്കുകയോ ഇല്ല. എല്ലാവരും എന്തെങ്കിലും വിശ്വാസമുള്ളവരാ,
എത്ര അവിശ്വാസിയാണെന്ന് പറഞ്ഞ ആളുകൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോകാനും പിന്നെ മറ്റു കാര്യങ്ങൾക്കും പോകുക എന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് അറിയാമല്ലോ, പല പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. എന്തായാലും ശരി, അങ്ങനെ പിന്നെ ജ്യേഷ്ഠൻ്റെ പാദങ്ങൾക്ക് ചുറ്റും ഒന്ന് പ്രദക്ഷിണം ചെയ്തു. ചെയ്ത് തൊഴുതിന് ശേഷമാണ് പോയത്. അവിടെ കുറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ കുറേ ആളുകളെ കൂടി നിൽക്കുന്നു. രാക്ഷസന്മാരാണ്. ആ രാക്ഷസന്മാരെ കടന്നിട്ട് വേണം ഈ ഇന്ദ്രജിത്തിൻ്റെ അടുത്ത്, അല്ലെ മേഘനാഥൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. അയാൾ ഗുഹയിലിരുന്ന് ധ്യാനിക്കുകയാണ്. ഈ പൂജകൾ തുടങ്ങിക്കഴിഞ്ഞു. മണിനാഥം കേൾക്കുന്നുണ്ട്, മറ്റു ജപത്തിൻ്റെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഈ സൈന്യങ്ങളൊക്കെ നിശ്ചലമായിട്ട് നിൽക്കുക ഈ പൂജ നടക്കുന്നതുകൊണ്ട്. പക്ഷേ ചെല്ലുന്ന ആളുകളോ ബഹളം ഉണ്ടാക്കിക്കൊണ്ടല്ലേ ചെല്ലുന്നത്. ഈ വാണ്ടന്മാരെല്ലാം വലിയ ബഹളം ഉണ്ടാക്കി യുദ്ധം ഉണ്ടായി പാടാ ഇവിടെ ഇപ്പോൾ കൊല്ലും എന്നൊക്കെ പറയേണ്ടാ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് യുദ്ധം ഭയങ്കരമായിട്ട് അങ്ങോട്ട് നടത്തുകയാണ്. അവരെല്ലാം സംഹരിച്ചു നിമിഷാർത്ഥം കൊണ്ട്. വാണ്ടന്മാരൊക്കെ വലിയ ബലശാലികളായതുകൊണ്ട് വല്ല വൃക്ഷങ്ങളും ഒക്കെ പിഴുതെടുത്ത് ഇടിക്കുകയും ഒക്കെ ചെയ്തു. അല്ലെ കടിച്ച് കീറി മാന്തി അള്ളി എല്ലാം ഭയങ്കര ബഹളമായിട്ട് അവന്മാർ കൊക്കുന്നത് പോലെ യുദ്ധം ചെയ്തു. മറ്റ് സൈന്യങ്ങൾ ലക്ഷ്മണാദികളാണെങ്കിൽ അമ്പും വില്ലും ഉപയോഗിച്ചു. വിഭീഷണനും അങ്ങനെ ഒക്കെ ചെയ്തു. അങ്ങനെ ഈ ബഹളം കേട്ടുകൊണ്ട് ഒരു തരത്തിൽ ഇരിക്കാൻ വയ്യ ഇയാൾക്ക്. ഒരു തരത്തിൽ അവിടെ ജപിക്കാൻ വയ്യ. ഏകാഗ്രത ഉണ്ടെങ്കിലേ ജപിക്കാൻ പറ്റൂ. ജപത്തിനൊരു ഒരു ഒരു ഉപാസനാമൂർത്തിയുണ്ട്. ആ ഉപാസനാമൂർത്തിയെ മനസ്സിൽ ധ്യാനിക്കാതെ നമുക്ക് ഒരിക്കലും ജപം സാധ്യമല്ല. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ്റെ രൂപം ഫോട്ടോ കണ്ട് നമുക്കറിയാം ഇതായിരിക്കും കൃഷ്ണൻ രൂപം എന്ന് ഊഹിക്കുക. അല്ല, നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടില്ലല്ലോ ഇതാ രൂപം എന്ന് പറയാൻ. കൃഷ്ണൻ്റെ ഫോട്ടോ ഇരിക്കുന്നു, ആ ഫോട്ടോയിൽ കാണുന്ന രൂപം മനസ്സിൽ സങ്കല്പിക്കുന്നു. അല്ലെങ്കിൽ ശ്രീരാമനെ മനസ്സിൽ സങ്കല്പിക്കുന്നു, അല്ലെ ദേവിയെ മനസ്സിൽ സങ്കല്പിക്കുന്നു, ഒരു രൂപമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ശിവലിംഗം മനസ്സിൽ സങ്കല്പിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു സങ്കല്പം വേണം. വിഗ്രഹം അങ്ങനെയാണല്ലോ. വിശേഷണ ഗ്രഹ്യതേതി വിഗ്രഹം എന്നാണ്. വിശേഷമായി നമ്മെ എന്തെങ്കിലും ഗ്രഹിപ്പിക്കുന്നത് എന്താണോ അതാണ് വിഗ്രഹം. ആ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവും. ആ രൂപത്തിലൂടെ ഭാവം നമുക്കുണ്ടാവണം. ആ ഭാവം ഇപ്പോൾ വിഷ്ണുവിൻ്റെ രൂപം, അല്ലെ കൃഷ്ണൻ്റെ രൂപം, മുരുകൻ്റെ രൂപം, ഗണപതിയുടെ രൂപം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലായ രൂപം കണ്ണടച്ചുകൊണ്ടെന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കൂ. ആ നോക്കുമ്പോൾ ആ മുഖത്തുള്ള ഭാവം എന്താണ്, ആ വിഗ്രഹത്തിന്മേലും ആ ഫോട്ടോയിൽ നിന്നും നമുക്ക് കിട്ടുന്ന രൂപം എന്താണ്, ആ രൂപത്തിനകത്ത് നമ്മൾ കാണുന്ന ഭാവത്തിലേക്കാണ് ശ്രദ്ധ പോകുക. ആ ഭാവത്തെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നത്. എവിടെ ചെന്നാലും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ ആളുകൾ കണ്ണു തുറന്നു നിന്ന് പ്രാർത്ഥിക്കുന്ന കാണുന്നതിൻ്റെ കാര്യം എന്താ? പല ആളുകളും കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 1-2 പ്രാവശ്യം വിഗ്രഹത്തെ നോക്കണം. നോക്കിയിട്ട് ആ വിഗ്രഹത്തിൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ രൂപം മനസ്സിൽ കാണുന്നുണ്ടോ എന്നാണ് കണ്ണടയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ലല്ലോ. യഥാർത്ഥത്തിൽ വേണ്ടതാണ് അവിടെ വച്ചിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ബിംബത്തിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോയുടെ രൂപവും ഭാവവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയും അത് കണ്ണടയ്ക്കുമ്പോൾ ആ രൂപഭാവങ്ങൾ അതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് പ്രാർത്ഥന അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ആരാ ചെയ്യുക? വിശേഷകരമായി അതാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്ദ്രജിത്തിന് ജപിക്കാൻ കഴിയില്ല. അയാൾ ചാടി എഴുന്നേറ്റ് പിറക്കാൻ നോക്കും, മുഴപ്പിച്ച് ദേഷ്യപ്പെട്ടും പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റും എന്താടാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കി തൻ്റെ സൈന്യം നശിക്കുന്നതാണ് അയാൾ കാണുന്നത്. ആ നികുംഭിലയെയും തൻ്റെ ഹോമത്തെയും ഉപേക്ഷിച്ച് ഇനി ജപിക്കാൻ പറ്റത്തില്ല. അത് ഏകാഗ്രത പോയി. ഏകാഗ്രതയില്ല, സെൻട്രലൈസേഷൻ ഓഫ് മൈൻഡ്. അതില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജപിക്കാൻ പറ്റും? ആ സെൻട്രലൈസിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ആ ഏകാഗ്രത മനോഭാവം വികസിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വികസിപ്പിക്കുന്നില്ല, അവിടെ വികസിക്കാൻ പറ്റിയില്ല. അവിടെ സാഹചര്യം അങ്ങനെയാണ്. ഉത്സുകമായ അല്ലെങ്കിൽ സമരോത്സുകമായ ബഹളായമാനമായ ഒരു അന്തരീക്ഷമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടെന്ന് വെച്ചു. ദേഷ്യം അങ്ങ് വളരെ ശക്തമായി വന്നു. കോപകലുഷിതമായി തീർന്നു മനസ്സ്. പിന്നെ അവിടെ ഇരിക്കാൻ വയ്യ. അവിടെ എഴുന്നേറ്റു. ഉപേക്ഷിച്ച തേരിലേറി വില്ലും കൊലച്ചുകൊണ്ട് വളരെ കോപത്തോട് ലക്ഷ്മണനെ പോരിൽ വിളിച്ചു, വാടാ സൗമിത്രയെ, ഞാൻ മേഘനാഥനാണ്, സൗമിത്രയെ എന്നാണ് വിളിക്കുന്നത്, സുമിത്രയുടെ മകനെ. അപ്പോൾ ഇതൊക്കെ അറിയാം, ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിച്ചു സുമിത്രയുടെ മകനാണെന്നും കൗസല്യയുടെ മകനല്ലെന്നും കൗസല്യയുടെ മകൻ രാമൻ മാത്രമാണെന്നും ഒക്കെ ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് സൗമിത്രേ, ഞാൻ മേഘനാഥനാണ്, ഇനി എൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ലക്ഷ്മണൻ്റെ സമീപത്ത് വിഭീഷണനെ കണ്ട് ആനകളും കോപം ഇരട്ടിച്ചു. ഇളയച്ചനാണ് പോലും, ഇളയച്ചൻ. ഇയാൾ എന്ത് ഇളയച്ചനാ? ഇത്രയും നാൾ താൻ കഴിച്ച ഉണ്ട ചോറിന് ഉചിതമായ ഒരു നന്ദി പോലും പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇയാൾ എന്തൊരു ഇളയച്ചൻ, ഇയാളെ ഞാൻ ആദ്യം കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുത്രതുല്യനായ എന്നെ ദ്രോഹിക്കത്തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്. ഇങ്ങനെ കുറേ നേരം ശകാരിച്ച് ചീത്ത വിളിച്ചു. ആരായാലും ചീത്ത വിളിക്കുമല്ലോ. എന്നല്ല നമ്മളത് നോക്കി കണ്ടതാണ് കുറച്ച് ഭാഗങ്ങൾ. വിഭീഷണൻ ശകാരിച്ച ശേഷം ഹനുമാൻ്റെ തോളിൽ ഇരിക്കുകയായിരുന്നു ഈ ലക്ഷ്മണൻ. ആ ഇരിക്കുന്ന ലക്ഷ്മണനെ കണ്ട്
ലക്ഷ്മണനെ കണ്ടിട്ട് പിന്നെ ഇന്ദ്രജിത്ത് വിളിച്ച് പറഞ്ഞു, എടാ വാൻഡന്മാരെ, ഇന്ന് എൻ്റെ ശരങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കുന്നതിന് പര്യാപ്തമായിട്ട് പ്രവചിക്കാൻ എനിക്ക് ഒരു വിഷമമില്ല, ഇപ്പം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അത്യുഗ്രമായ ഒരു ബാണം ഹനുമാന്റെ നേർക്ക് പ്രയോഗിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ്റെ വജ്രം പോലെ ഘോരങ്ങളായ ശരങ്ങളേറ്റ് മേഘനാഥന് അത് ശരിയായിട്ട് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ലക്ഷ്മണൻ്റെ അസ്ത്രം ചെന്നു. എന്തായാലും അത് ശക്തമായ ഒരു യുദ്ധമായി പരിണമിക്കുകയാണ്. അതിശക്തമായ ഒരു യുദ്ധമായി തീർന്നു. ലക്ഷ്മണനും മേഘനാഥനും വളരെ വാശിയോടുകൂടി പരസ്പരം യുദ്ധം ചെയ്ത് ശരങ്ങളെ കൊണ്ട് ദേഹം മുഴുവനും മുറിഞ്ഞ് ചോര ഒഴുകി ദീർഘശ്വാസം വിടുന്നവരായിട്ട് അവിടെ ഇവിടെയും ചൊറിയ മാന്തി കളിയും ചെയ്യുമല്ലോ, ചോര ഒലിക്കുക, വേദന എടുക്കുക, ചില അമ്പ് വലിച്ചു വരുന്നു, മുറിഞ്ഞ് എത്രയുണ്ടെന്ന് നോക്കുന്നു, എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് നോക്കും, എത്ര സ്റ്റിച്ച് ഉണ്ട്, കൂടുതൽ മുറിഞ്ഞോ എന്നൊക്കെ അവർ സ്വന്തം മുറിവ് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള പരീക്ഷിച്ച് നോക്കും. എന്നിട്ടും കോപം ശമിക്കുന്നില്ല. ചിലരൊന്നും അത് അറിയുന്നില്ല. ലക്ഷ്മണനാണ് ദേഹം മുറിഞ്ഞൊന്നും അത്ര ശ്രദ്ധിക്കുന്നേ ഇല്ല, മേഘനാഥനും ശ്രദ്ധിക്കുന്നില്ല. ഒപ്പത്തിനൊപ്പം യുദ്ധം ചെയ്യുകയാണ്. കുറേയധികം നേരത്തേക്ക് ജയമാർക്കാണ് പരാജയമാർക്കാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പം ചില കാണുന്നതായിരിക്കും ഇപ്പം ലക്ഷ്മണൻ ജയിക്കും, മറ്റു അത് ഇപ്പം ഇന്ദ്രജിത്താ ജയിക്കുന്നത്. ഇങ്ങനെയുള്ള തുല്യ ബലമുള്ളവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. എപ്പോഴും അങ്ങനെ വേണം. മത്സരങ്ങളോ യുദ്ധങ്ങളോ കലഹങ്ങളോ വാദപ്രതിവാദങ്ങളോ സമശീർഷരായിട്ടുള്ള ആളുകൾ തമ്മിൽ വേണം, അല്ലാതെ പാടില്ലെന്നാണ്. ആമയും മുയലും ഓടി നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആ കഥ? എല്ലാവർക്കും അറിയാമല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കാം, ആരെങ്കിലും ഉത്തരം പറയണേ. ഒരു ചെറിയ ചോദ്യം, ലളിതമായ ഒരു ചോദ്യം. ആമയും മുയലും കൂടെ ഓട്ടപ്പന്തയം വെച്ചു. അറിയാമല്ലോ കഥ. ആമയുടെ വേഗക്കുറവ് കൊണ്ടാണോ മുയലിൻ്റെ വേഗ കൂടുതൽ കൊണ്ടാണോ പന്തയത്തിൽ ആമ ജയിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയും. ഒന്നുകൂടെ പറയാൻ ചോദ്യം. ആമയും മുയലും പന്തയത്തിന് വരുന്നു, ഓടുന്നു, ഓട്ടമത്സരം നടത്തുമ്പോൾ ആമയുടെ വേഗക്കുറവ് കൊണ്ടാണോ ആമയുടെ വേഗക്കുറവ് കൊണ്ടാണോ മുയലിൻ്റെ വേഗ കൂടുതൽ കൊണ്ടാണോ ഓട്ടപ്പന്തയത്തിൽ ആമ ജയിച്ചത്? കേട്ടവരെല്ലാം ഒന്ന് എന്തെങ്കിലും ഒരു ഉത്തരം പറയണേ. ചോദ്യം ഒന്നുകൂടെ പറയണോ? ചോദ്യം മനസ്സിലായി. ഉത്തരം പറഞ്ഞാൽ മതി. മുയലിന്റെ വേഗം കൂടുതൽ കൊണ്ടാണോ മുയല് അഹങ്കാരം കൊണ്ട് എങ്ങനെ മുയലിന്റെ വേഗം കൂടുതൽ കൊണ്ടാണല്ലോ ജയിക്കും എന്നുള്ള അഹങ്കാരം കൊണ്ട് കിടന്നുറങ്ങിയതുകൊണ്ടാണല്ലോ. അതെ അതെ അതെ, വേഗ കൂടുതൽ കൊണ്ടാണ്. അങ്ങനെയാണോ എല്ലാവർക്കും ഉത്തരം? അതല്ലാത്ത ഉത്തരമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, അങ്ങനെ തന്നെയാണ് നമ്മളും വിചാരിച്ചിരിക്കുന്നത്. ശരി, വേറെ ആർക്കും? ഇപ്പൊ നമ്മുടെ ലൈനിൽ എത്ര പേരുണ്ട്? മിക്കവാറും 10-20 പേരുണ്ടോ? ആർക്കും പറയാം, എന്തെങ്കിലും ആൻസർ പറയാം. ആതിര എന്താ പറയുന്നേ? ഞാനും അങ്ങനെ തന്നെയാ മനസ്സിലാക്കി ആ കടക്കകത്തുനിന്ന്. എനിക്ക് മുയലിന് അഹങ്കാരം കൂടിപ്പോയി. ആമ മെല്ലെ അല്ലേ പോകുള്ളൂ, ഞാനേ ജയിക്കുള്ളൂ എന്നറിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ മുയല് ജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരി, എന്നാലേ ആ ചോദ്യം തെറ്റാ, പിന്നെ ഉത്തരം എങ്ങനെ ശരിയാവും? അതായത് എ എന്ന് പേരുള്ള ഒരാമയും ബി എന്ന് പേരുള്ള ഒരാമയും തമ്മിലായിരുന്നു ഈ മത്സരമെങ്കിൽ അതിൽ എ എന്ന ആമ ജയിച്ചുവെന്നോ ബി എന്ന ആമ ജയിച്ചുവെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മുയലാണ് ആൾ, 2 സ്പീഷീസാണ്. അപ്പോൾ 2 സ്പീഷീസിലുള്ള ആളുകളുടെ ഓട്ടപ്പന്തയം നടത്തിയെന്ന് പറയുന്നത് തന്നെ ഒരു മര്യാദകേടാണ്. ഒരേ രീതിയിലുള്ള ആളുകളെ മത്സരം നടത്തുകയാണല്ലോ, ചുമ്മാ ഓടുമല്ല. അപ്പോൾ മത്സരത്തിന് വിധേയമാകുന്നവരുടെ അത് നമ്മൾ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കാറില്ലേ? സ്കൂൾ കുട്ടികളെ പന്തയത്തിനൊക്കെ അയക്കുമ്പോൾ ഇത്ര വയസ്സ് വരെയുള്ള ആളുകൾ ഇത്ര വിഭാഗം, ഇത്ര വയസ്സിന് മേലുള്ള ഇത്ര വിഭാഗം, ഇങ്ങനെ തിരിക്കും. അപ്പോൾ തിരിക്കുമ്പോൾ അതിനൊരു ഇനാനിമസ് ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു ഏകതാനമായ മനോഭാവമുണ്ട്. അവർ തമ്മിൽ മത്സരമാവാം. ഇത് വ്യത്യസ്ത കായിക ശേഷിയും മാനസിക ശേഷിയുമുള്ള 2 ആളുകളെ വെച്ച് പന്തയം വയ്ക്കുമ്പോൾ അതിൽ ആർക്കാണ് വേഗം ആർക്കാണ് വേഗക്കുറവെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചോദ്യം പെശകാണ്. ഈ തെറ്റായ ചോദ്യമാണ് പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. പണ്ടേയുള്ള കഥയായത്, നമ്മളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട കഥയാണിത്. പക്ഷേ എങ്കിലും അതിൻ്റെ യുക്തിപരതയെക്കുറിച്ച് നമ്മൾ ആരും ആലോചിച്ചിട്ടില്ല. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്?
അതെ അതെ അതെ. അപ്പോൾ എന്താ കാര്യമുണ്ട്. പണ്ട് തൊട്ടേ കേൾക്കുന്നതാ, പിള്ളേർക്ക് ഇത് തന്നെ പറഞ്ഞു കൊടുക്കും. ഇത് തന്നെ എല്ലാരും പഠിച്ചു വെച്ചിരിക്കുന്നു. പെട്ടെന്നൊരു സാധനം കേൾക്കുമ്പോ അതെ 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 അതെ. അപ്പോൾ നമ്മളൊരു ചോദ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം വരുമ്പോൾ അതെങ്ങനെയാ ഉത്തരം ഉണ്ടായി, ആ ചോദ്യം എങ്ങനെ വരുന്നു, അതിൻ്റെ സയുക്തികമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള ഒരു ഓർമ്മ, ഒരു യുക്തി നമുക്കുണ്ടാവണം. എന്നാൽ ഇവിടെ ഈ സമശീർഷർ തമ്മിലാണ് യുദ്ധം വേണ്ടത്. അതാണ് മേഘനാഥനും ലക്ഷ്മണനും ഏതാണ്ട് തുല്യ ബലശാലികളാണ് ഇവർ. വാദം എന്ന് പറയുന്നത്, തർക്കം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. രണ്ടാളുകൾ തമ്മിൽ തർക്കം ചെയ്യുമ്പോൾ ഒരേ ക്വാളിറ്റി ഉള്ള ആളുകൾ തമ്മിലുള്ള ആ വാദപ്രതിവാദമാണ്. ഒരേ പ്രായം, ഒരേ വിദ്യാഭ്യാസം, ഒരേ നിലവാരമുള്ള ആളുകൾ എന്നാണ്. ഏറ്റവും മോശപ്പെട്ട ഇതിൽ ജീവിക്കുന്ന ഒരാളും ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്ന ഒരാളും നമ്മൾ വിലയിരുത്തുന്ന രണ്ടാളുകൾ തമ്മിൽ മത്സരം പാടില്ല. അത് കലഹമായി വരും. ഇത് മത്സരം, തർക്കം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ്. അത് വലിയ കലഹത്തിലോ കൊലപാതകത്തിലോ കലാശിക്കും അങ്ങനെ ആകുമ്പോൾ. ഇത് അങ്ങനെയല്ല. സാധാരണഗതിയിൽ സമശീർഷരായിട്ടുള്ള ആളുകൾ തമ്മിലാണ് മത്സരം വേണ്ടത്. ആ ഒരു മത്സരമാണ് ലക്ഷ്മണനും മേഘനാഥനും തമ്മിൽ നടന്നത്. അപ്പോൾ എന്തായാലും ശരി, കുറേ കഴിഞ്ഞിട്ട് മേഘനാഥൻ്റെ വില്ലും മുറിച്ചു, തേരും കളഞ്ഞു, സൂതനെയും കൊന്നു, കുതിരകളെയും കൊന്നു ഈ ലക്ഷ്മണൻ. അതുപോലെ 5 ശരങ്ങളെ കൊണ്ടാണ്. അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോൾ മേഘനാഥന് പിന്നെ ഒരു മാർഗ്ഗമില്ല. മറ്റൊരു വില്ലെടുത്ത് പരാക്രമശാലിയായ മേഘനാഥൻ നല്ല ജ്വലിക്കുന്ന അസ്ത്രങ്ങളുമായിട്ടാണ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടുക. തേരില്ലല്ലോ, അപ്പോൾ യുദ്ധക്കളത്തിലേക്ക് തന്നെ എടുത്തു ചാടുകയാണ്. അപ്പോൾ അതിനുശേഷം ഭയങ്കരമായ യുദ്ധമായിരുന്നു. ഇപ്പോൾ ലക്ഷ്മണനെ കൊല്ലും എന്നുള്ള ലക്ഷ്യത്തിലാണ് അമ്പ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ദ്രിയത്തെ കൊല്ലും എന്നുള്ള നിലയിലാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. അവസാനം ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എവിടെ വരെ ചെല്ലും. അതുകൊണ്ട് ഒരു അസ്ത്രം ജപിച്ചെടുത്തു ഈ ലക്ഷ്മണൻ. ശ്രീരാമനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ രാമൻ്റെ സത്യസന്ധത ഏക്കാലവും അംഗീകരിക്കപ്പെടുന്ന, ഈ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒന്നാണെങ്കിൽ ആ പ്രതിജ്ഞാലംഘനം നടത്താത്ത ഒരാളാണ് എൻ്റെ ജ്യേഷ്ഠനെങ്കിൽ ആ ജ്യേഷ്ഠൻ്റെ പേരിൽ ഞാനിതാ അസ്ത്രം ജപിച്ചയക്കുന്നു, ഇത് നിൻ്റെ മാറ് പിളർക്കും എന്ന് പറഞ്ഞ അസ്ത്രം അയക്കുക. അത് എരിഞ്ഞു ചെല്ലുന്നത് പോലെ, ഒരു മിസൈൽ ചെല്ലുന്നത് പോലെ നേരെ ചെന്ന് ഈ മേഘനാഥൻ്റെ ഇന്ദ്രജിത്തിൻ്റെ മാറിടത്തിൽ തന്നെ, നെഞ്ചിൻ്റെ നടുക്ക് തന്നെ ചെന്ന് ഈ അസ്ത്രം തുളഞ്ഞ് കയറി. അങ്ങനെ മേഘനാഥൻ നിലംപതിച്ചു. പരമശക്തനായ മേഘനാഥൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ രാവണൻ വളരെ ദുഃഖിച്ചു, നിലവിളിച്ചു, കിടന്ന് കരഞ്ഞു. ഈ ദേവന്മാർക്കെല്ലാം ഭീഷണനായിരുന്ന തൻ്റെ മകൻ ഇനിയില്ലല്ലോ, താൻ മൂലമാണല്ലോ എൻ്റെ മകൻ മരിച്ചത് എന്നൊക്കെ ഇയാൾ ഒരുപാട് നേരം ദുഃഖിച്ചിട്ട് വേറെ നിവൃത്തിയില്ല. പിന്നെ ഇനി ഞാൻ തന്നെ യുദ്ധത്തിന് പോവുകയാണ്. അപ്പോഴത്തേക്കും ഈ രാക്ഷസ സൈന്യം കുറേയെല്ലാം നശിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് പേരൊക്കെ ഉള്ളൂ. തൻ്റെ പക്കലുള്ള കുറേ ദിവ്യായുധങ്ങളൊക്കെ ബാക്കിയുണ്ട്. കുറച്ച് ഏറ്റവും അനുചരന്മാരായ കുറച്ച് ആളുകളുണ്ട്. ഇങ്ങനെ കുറച്ച് ആളുകളേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. ആദ്യം പോയത് അക്ഷകുമാരനാണ്, തൻ്റെ മകൻ തന്നെയാണ്. ഏറ്റവും ഒടുവിലാണ് മേഘനാഥൻ മരിക്കുന്നത്. ഇടയ്ക്ക് കുംഭകർണം മരിച്ചു. പിന്നെ സൈന്യാധിപന്മാർ പലരുണ്ടായിരുന്നു, അവരെല്ലാം മരിച്ചുപോയി. ബന്ധുക്കളോടാണ്, അവരെല്ലാം മരിച്ചുപോയി. ഈ തലതൊട്ടപ്പന്മാർ, യുദ്ധത്തിൻ്റെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന ശേഷിയുള്ള ആളുകൾ പലരും ഉണ്ടായിരുന്നു, അവരെല്ലാം മരിച്ചുപോയി. ഘോരമായ യുദ്ധത്തിൽ മരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഈ അധ്യാത്മരാമായണം എന്ന് പറഞ്ഞാൽ ഭക്തി സാഹിത്യ കാവ്യമായതുകൊണ്ട് അതിനകത്ത് 1-2 ചില അഭിസന്ധികളുണ്ട്, ചില പ്രത്യേക കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഇന്ദ്രജിത്ത് വീട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഞാനാണ് യുദ്ധത്തിന് പോകേണ്ടത്, അവസാന യാത്രയാണെന്നറിയാം. ഇത്രയും പേരെ കൊന്ന ആളുകളാണ് ശത്രുക്കളെങ്കിൽ താനും മരിക്കാമല്ലോ. അതാണ് ഈ യുക്തി അയാൾ ആലോചിച്ചത്. ഇത്രയും മഹാരഥന്മാരായ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള ശേഷിയും ക്ഷേമുഷിയുമുള്ള ആളുകളാണ് മറുപക്ഷത്തുള്ളതെങ്കിൽ തനിക്ക് വേണ്ടി നിലനിൽപ്പില്ലല്ലോ, താനും മരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവസാനമായിട്ട് തൻ്റെ ഭാര്യയെ ഒന്ന് കാണണം. ആര്? മണ്ഡോദരി. പാവം, എത്ര ശ്രേഷ്ഠയായ സ്ത്രീയാണ് ഈ മണ്ഡോദരി. രാക്ഷസ ചക്രവർത്തിയുടെ പത്നിയായി പോയതാണ് അവർക്ക് പറ്റിയ ഒരു കാര്യം. ഒരു ദോഷമെങ്കിൽ ദോഷം, ഗുണമെങ്കിൽ ഗുണം, ഭാഗ്യമെങ്കിൽ ഭാഗ്യം, നിർഭാഗ്യമെങ്കിൽ നിർഭാഗ്യം സംഭവിച്ചു. മയൻ്റെ മകളായ മണ്ഡോദരി. ആ മണ്ഡോദരിയെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകണമെന്ന് തോന്നിയ നല്ല ഭർത്താവാണ് രാവണൻ. ഇത്രയും ദിവസത്തിനകം തോന്നിയില്ല അത്. സീതയുടെ അടുത്ത് ആ ഇടയ്ക്കൊരു സംഭവം കൂടി ഉണ്ടായി. സീതയെ കൊല്ലാൻ ഇയാളൊരു പോക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം കാരണക്കാരി സീതയാണല്ലോ എന്ന് കരുതി
ഈ തൻ്റെ ചന്ദ്രഹാസം വലിച്ചെടുത്തുകൊണ്ട് അശോകവനം വരെ ഒറ്റ ഓട്ടം ഓടുക. അശോകവനികയിൽ ഇങ്ങനെ ശിംശപ വൃക്ഷ ചുവട്ടിൽ ശിംശപ എന്നാണ്, ശിംശിപ രണ്ടും പറയാറുണ്ടെങ്കിലും ശിംശപ എന്ന വാക്കാണ് ശരി. ശിംശപ വൃക്ഷ ചുവട്ടിലാണ് അശോകവനത്തിൽ ഈ സീത ഇരിക്കുന്നത്. അവിടെ പലവിധ വാണ്ട സ്ത്രീകളാൽ ചുറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ഈ അഴകിയ രാവണൻ മുമ്പ് വന്നതാ ഓർമ്മയുണ്ട്. ഒരുപാട് ചമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദര രൂപിയായിട്ടാണ് വന്നതൊക്കെ അന്ന്. ഇത് ഇന്ന് അങ്ങനെയല്ല വരുന്നത്, അതിരുഷ്ടരൂപിയായിട്ടാണ്, അതിക്രൂര ഭാവത്തോടെയാണ് വരുന്നത്, പരാക്രമശാലിയായിട്ടാണ് വരുന്നത്, അലറിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ശബ്ദം വരുമ്പോൾ അവർ പേടിച്ചു പോയി, സീത പേടിച്ചു പോയി. രാവണൻ വരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞു പേടിച്ചു. അപ്പോൾ കുറേ വന്നപ്പോൾ തൻ്റെ മന്ത്രി ഒരുത്തൻ ഓടി വന്നു, പ്രളംബൻ. അയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ദശഗ്രീവ, അങ്ങിപ്പോൾ അങ്ങോട്ട് പോയി ഉപദ്രവിക്കാൻ പോകണ്ട. കാരണം ഒന്നാമത് ഇത്രയും ദുരിതങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഇനി പെൺകൊല നടത്തിയാൽ അതിനേക്കാൾ വലിയ ആപത്താണ് വരാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇന്ന് രാമനെ അങ്ങ് ജയിക്കുകയാണെങ്കിൽ ഈ ജാനകിയുമായിട്ട് ഒന്നിച്ച് കഴിഞ്ഞുകൂടെ? അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കാമോദ്വേഗപരമായ വികാരപരത സൂക്ഷിച്ചിരുന്ന രാവണന് ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. ദേഷ്യം ഒട്ടൊന്ന് ശമിച്ചു, തിരിഞ്ഞടന്നു. അങ്ങനെ സീത രക്ഷപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സ് കലുഷമാണ്. എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് രാവണൻ അറിഞ്ഞൂടാ. മനസ്സ് കലങ്ങി മറിയുകയാണ്. ഏത് അഭിപ്രായം സ്വീകരിക്കണം, എങ്ങനെ ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് തനിക്ക് രക്ഷ ഉണ്ടാകുന്നത്? ആകപ്പാടെ ചിന്തയും വികാരവും ഇളകി മറിഞ്ഞ് കിടക്കുകയാണ്. പ്രചണ്ഡ പ്രക്ഷുബ്ധമായ സമുദ്രം പോലെ ഇളകി മറിയുകയാണ്, ഈ അലകടൽ പോലെ ഇളകി മറിയുകയാണ് ഈ രാവണൻ്റെ മനസ്സ്. അപ്പോൾ രാവണന് ഒന്നിലും ഒരു തീർപ്പ് ഏൽപ്പിക്കാൻ കഴിയുന്നില്ല. എങ്കിലും മണ്ഡോദരി ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. മണ്ഡോദരിയുടെ മാളികയിൽ ചെന്നു. അതിനു മുമ്പ് മന്ത്രിമാരോടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയതിന് ശേഷം ഇനി യുദ്ധം മാത്രമേ ഉള്ളൂ മാർഗം എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ ശ്രീരാമനോട് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഏറ്റവും നല്ല കാര്യം. ആ രാമൻ്റെ വലിയ വിശുദ്ധമായ സൈന്യത്തിനോടൊപ്പം നിൽക്കാൻ തനിക്ക് കഴിയില്ലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് എഴുതിയിട്ടാണ് പറയുന്നത്. എല്ലാവരും കൂടി പറഞ്ഞു, പിന്നെ ദശഗ്രീവ, അങ്ങയുടെ സൈന്യങ്ങളെല്ലാം മിക്കവാറെല്ലാം തീർന്നുപോയി, മരിച്ചുപോയി, ഇനി കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഇനിയും ഈ സർവനാശം സംഭവിക്കാൻ ഇനി അവസരം ഉണ്ടാക്കരുത്. അങ്ങ് വലിയ ശക്തിശാലിയല്ലേ, ത്രൈലോക്യാധിപനായി അദ്ദേഹം വാണിരുന്ന ആളല്ലേ അങ്ങ്, മഹാശക്തിശാലിയാണല്ലോ അങ്ങ്. എത്രയോ വരങ്ങൾ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയോ പരാക്രമങ്ങൾ അങ്ങ് നടത്തിയിട്ടുണ്ട്. ഇനി ആ പരാക്രമഭാവം ഉപയോഗിച്ച് തന്നെ രാമനെ വധിക്കാൻ അങ്ങേക്ക് കഴിയില്ലേ? എന്തുകൊണ്ടാണ് ഇനി മടി പിടിച്ചിരിക്കുന്നത്? ശ്രമിക്കാം എന്നൊക്കെയാണ് പല മന്ത്രിമാരും ബാക്കിയുള്ള അവശേഷിച്ച ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത്. അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവണൻ അതിവേഗത്തിൽ ചെല്ലുകയാണ്. മണ്ഡോദരിയുടെ അടുത്ത് ചെന്നു. മണ്ഡോദരിയുടെ അടുത്ത് ചെന്നപ്പോൾ മണ്ഡോദരി വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. നമുക്കറിയാമല്ലോ, മക്കളെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഒരു രീതിയിൽ അതിജീവിക്കാൻ കഴിയില്ല, ഇനി തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. ഒരു പക്ഷേ സീതയെക്കാളും കുറച്ചും കൂടെ മഹത്വം മണ്ഡോദരിക്ക് ഉണ്ടോ? കുറേ കൂടി ചായക്കൂട്ടുകൾ കടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ വാൽമീകി മണ്ഡോദരി എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രത്തോളം ശുദ്ധയും സാധ്വിയും പതിവ്രതയും നല്ലവളും ധർമ്മകാംക്ഷയുള്ളവളും ഒക്കെയാണ് ഈ മണ്ഡോദരി. ഒരു കുഴപ്പം പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത നല്ല ഒരു സ്ത്രീ സ്വഭാവത്തിൻ്റെ മാതൃകയാണ് ഈ മണ്ഡോദരി. സീതയെ നമ്മൾ ഒരുപാട് ഇങ്ങനെ പറയും, ഒരുപാട് മഹത്വം ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും ആ സീതയേക്കാൾ മഹത്വം ഉണ്ടോ മണ്ഡോദരിക്ക് എന്ന് തോന്നിപ്പോകാവുന്ന സന്ദർഭങ്ങൾ നമുക്ക് രാമായണത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ മണ്ഡോദരിയുടെ അടുത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ രാവണൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ജപം നടത്തണം, ഒരു ഇന്ദ്രജിത്ത് നടത്തിയതുപോലെ ഒരു ജപം, ആ ജപം നടത്തിയിട്ട് ഒരു ഹോമം നടത്തിയിട്ട് ശത്രു സംഹാരക്ഷമമായ ഒരു ഹോമം നടത്തിയിട്ട് അതിൽ നിന്ന് എനിക്ക് ആയുധങ്ങൾ ലഭിക്കാനുണ്ട്, അതിനുശേഷം യുദ്ധത്തിന് വരാം എന്ന് പറഞ്ഞിട്ട് അതിന് ഒരുക്കം നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടാണ് മണ്ഡോദരി അടുത്തിട്ട് വന്നത്. മണ്ഡോദരി ഇദ്ദേഹത്തെ കണ്ട ഉടനെ പറഞ്ഞു, അവിടെ രാമൻ
ശക്തിശാലിയായി ഉണ്ട്, സാധാരണയാളല്ല. അങ്ങത് ധരിച്ചിട്ടുണ്ടോ? ഈ ധരിക്കാതെയല്ലേ അങ്ങ് എന്തിനാണ് ഈ സീതയെ ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് വന്നത്? അന്നു മുതൽ തുടങ്ങിയതല്ലേ നമുക്ക് ഓരോ തരത്തിലുള്ള ദുർനിമിത്തങ്ങളും. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടത്. ഏതെങ്കിലും വിധത്തിൽ അവരെ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങ് ഹോമം നടത്താൻ പോവുകയാണ്. അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് എങ്ങനെ ജപിക്കാൻ കഴിയും? ഉടനെ രാവണൻ മണ്ഡോദരിയോട് പറഞ്ഞു, ഭദ്രേ എന്നാണ് വിളിച്ചത്. ഭദ്രേ, ഞാൻ വെറുതെ അങ്ങ് പോവുകയല്ല. എനിക്കറിയാം, പൂർണ്ണമായിട്ടറിയാം, ഈ യുദ്ധത്തിൻ്റെ ഒടുവിൽ ഒരിക്കലും എനിക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്നും ഞാൻ കൊല്ലപ്പെടുമെന്നും എനിക്കറിയാം. സാക്ഷാൽ മഹാവിഷ്ണുവാണ് രാമൻ എന്നും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ജന്മം അങ്ങനെ ഒടുങ്ങുന്നെങ്കിൽ ഒടുങ്ങട്ടെ, എനിക്ക് സന്തോഷമാണ് അതിന്. നിന്നോട് ഞാൻ അവസാനമായി യാത്ര പറയാൻ വന്നതാണ്, ഇനി നമ്മൾ കാണുകയില്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ കുറേ നേരം പറഞ്ഞു. ഇത് കണ്ടിട്ട് മണ്ഡോദരി കരയല്ലാതെ അവർക്ക് യാതൊരു ഒരു പ്രതിവാചനമില്ല, ഒരു മറുപടിയില്ല പറയാൻ. രാവണനെല്ലാം തുറന്നു പറഞ്ഞു. ഇത്ര കാലവും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഒരുപാട് അക്രമങ്ങൾ ചെയ്തു, ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തു പോയി, ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ സന്ദർഭം എനിക്ക് മരണം അടുത്തിരിക്കുന്നൊരു സമയമാണ്. സ്വാഭാവികമായും എനിക്കത് സംഭവിക്കണം. അതിനാണ് ഞാൻ ഉത്സാഹിക്കുന്നത്. തീർച്ചയായും രാമൻ്റെ കൈകൾ കൊണ്ട് തന്നെ എനിക്ക് മരിക്കണം. അങ്ങനെ എനിക്ക് ആത്മസാഫല്യം ഉണ്ടാകണം എന്ത് രാവണനെ കൊണ്ട് പറയിക്കുന്ന ഒരു സന്ദർഭം ഇവിടെ സൃഷ്ടിച്ചത് എന്തിനാണ്? രാവണൻ മണ്ഡോദരി ഭാര്യയോടാണ് പറയുന്നത്, ആക്ക് ശരി. പക്ഷെ എന്നാലും ഇങ്ങനെ പറയാനൊരു മാനസികാവസ്ഥ രാവണനിൽ ഉണ്ടാക്കിയെടുക്കാൻ കവി എന്തിനാണ് ശ്രദ്ധിച്ചത്? ഈ അധ്യാത്മരാമായണകാരൻ ശ്രമിച്ചത് എന്തിനാണെന്ന്. ഇവിടെയാണ് മഹാഭാവികൾക്ക് പോലും മോക്ഷം കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ സൈദ്ധാന്തിക ഭക്തി ശാസ്ത്രം. സിദ്ധാന്തപരമായ ഭക്തിശാസ്ത്രത്തിൻ്റെ സവിശേഷത അതാണ്. ഏത് മഹാഭാവികൾക്ക് പോലും മോക്ഷം കൊടുക്കുക എന്നുള്ളത്. പുണ്യവാന്മാർക്ക് മാത്രമല്ല ഈ മോക്ഷം കൊടുക്കുക എന്ന് പറയുന്നത്, മഹാഭാവികൾക്ക് മോക്ഷം കൊടുക്കുക. പൂതന കൃഷ്ണനെ എടുത്ത് പാല് കൊടുത്തു. ആ ജീവൻ കൂടി ആ മുലക്കാമ്പിലൂടെ വലിച്ചു കുടിച്ച് പൂതന മരണപ്പെട്ട് അവരുടെ വലിയ ഭീതിതമായ ശരീരമായിട്ട് അവർ യഥാർത്ഥ രൂപം പ്രാപിച്ച് മരിച്ചു വീണപ്പോൾ കൈയും കാലും ഒക്കെ വെട്ടി മുറിച്ചെടുത്ത് ആ ചിതയെ കൊണ്ട് പൊക്കാൻ വയ്യാഞ്ഞിട്ട് ചിതയെ കൊണ്ട് തീ കത്തിച്ചപ്പോൾ അകിൽ പോലെ ഗന്ധം പരന്നിത് എന്നാണ് ഭാഗവതം പറയുന്നത്. അകിൽ എന്ന് പറഞ്ഞാൽ ചന്ദനം പോലെയുള്ള ഒരു സാധനമാണല്ലോ ഈ അകിലും ചന്ദനം എന്നൊക്കെ പറയും. ഈ അകിലിൻ്റെ വിറക് വെച്ച് കത്തിക്കുമ്പോൾ ഒരു മണം വരും, നല്ല മണം, സുഗന്ധമാണ്. അതുപോലെ സുഗന്ധം പരന്നിത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ അഗ്നിയിൽ നിന്ന് ഒരു ദിവ്യരൂപം മുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മോക്ഷത്തിൻ്റെ സ്വഭാവം. മഹാപാപിയായിരുന്നു, എത്രയോ ദോഷങ്ങൾ ചെയ്തു, താടക രാമനാൽ വധിക്കപ്പെട്ടു. അപ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ അവസാനം മോക്ഷമുണ്ട്. ശിശുപാലന് മോക്ഷം കിട്ടി, ഹിരണ്യകശിപുവിന് മോക്ഷം കിട്ടി. ഇവരും മഹാപാപികളായിരുന്നു. അപ്പോൾ ഈ പാപികൾക്ക് പോലും മോക്ഷം കൊടുക്കാവുന്ന തരത്തിലാണ് നമ്മുടെ ഭക്തിശാസ്ത്രത്തിൻ്റെ സംവിധാനം. അതിലൂടെയാണ് എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഏതെങ്കിലും തരത്തിൽ പാപികളായ ആളുകളും ഒരു മാനസാന്തരം വന്ന് നല്ലതാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നല്ലേ? അതായിരിക്കുമല്ലോ എൻ്റെ മിഷൻ, ശരിയായിട്ടുള്ള ദൗത്യം അതായിരിക്കുമല്ലോ. അങ്ങനൊരു കാര്യമുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ ഈ തത്വസംഹിതയിൽ മാത്രമേ ഉള്ളൂ ഈ രീതിയിലുള്ള ഒരു ആരാധനാക്രമങ്ങളും ഭക്തിഭാവത്തിൻ്റെ സവിശേഷതയും മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പവും പുണ്യപൂർണ്ണമായ കർമ്മത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും ഒക്കെ. വേറെ എവിടെയുമില്ല. ഏത് പുരാണങ്ങളോ ഏത് ഇതിഹാസങ്ങളോ എവിടെ നിന്ന് പരിശോധിച്ചാലും നമുക്കത് കണ്ടെടുക്കാൻ കഴിയില്ല. അത് എവിടെയുള്ള ഇലിയഡ്, ഒഡീസി തുടങ്ങിയിട്ടുള്ള ഏത് കൃതികൾ നമ്മൾ നോക്കിയാലും ഇലിയഡ്, ഒഡീസി എന്ന രണ്ട് കൃതികൾ ചേർത്ത് വെച്ചതിൻ്റെ 8 ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ മഹാഭാരതത്തിന്. അങ്ങനെ അപ്പോൾ ആ 8 ഇരട്ടി വലിപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേജിൻ്റെ എണ്ണമല്ല പറയുന്നത്. അതിനകത്ത് പറയുന്നത് തത്വസംഹിതകളുടെ എണ്ണമാണ്, സിദ്ധാന്തങ്ങളുടെ നൈതികമായ നീതിശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുടെ അളവാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആണ് രാവണൻ നികുംബലയിൽ പോയി ധ്യാനിച്ചിരുന്നപ്പോഴാണ് ഈ ശ്ലോകങ്ങളൊക്കെ സ്വന്തമായിട്ട് ശ്ലോകം ചൊല്ലുക ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോഴോ ഈ ശ്ലോകം ചൊല്ലി ഇരിക്കാൻ പറ്റിയോ? രാക്ഷസന്മാരുടെ ഇരച്ചു കയറിയിട്ടും അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ മണ്ഡോദരി ഉണ്ടവിടെ ആ സമയത്ത്.
മണ്ടോദരി പറയുന്നു, ഇതാ രാക്ഷസന്മാരെല്ലാം കൂടെ കയറി വന്നിരിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ഉപദ്രവിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. രാവണൻ അനങ്ങില്ല. ജപത്തിലേക്ക് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അയാൾക്ക് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ അയാൾ ജപിച്ചിരിക്കുകയാണ്. അത്ര ആത്മാർത്ഥമായ ഭക്തിയാണ് അദ്ദേഹത്തിന്. ഭക്തിയുടെ ഏകാഗ്രത അങ്ങനെ ചുറ്റുപാടുകളിലുള്ള ശബ്ദകോലാഹലങ്ങൾ എന്തുണ്ടെങ്കിലും അറിയാതിരിക്കുക എന്നുള്ളതാണ്. ശരിയായ സന്യാസത്തിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിലും കണ്ണിലൂടെ കാഴ്ച ഉണ്ടാവാതിരിക്കുക, തൊലിപ്പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നു എന്ന് അയാൾ അറിയാതിരിക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയുക, സംയമനം സാധിക്കുക. സംയതേന്ദ്രിയ എന്ന് പറയും ഭഗവത്ഗീത. ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യിക്കാൻ കഴിയുക. ആ അവസ്ഥയിലിരിക്കുകയാണ് രാവണൻ. എന്നിട്ടപ്പോൾ മണ്ടോദരി വിളിച്ചു പറഞ്ഞു, ഇതെന്തൊരു ഇരിപ്പായിരിക്കുന്നത്, അങ്ങയുടെ ഭാര്യയായി എന്നെപ്പോലും ആളുകളൊന്ന് ഉപദ്രവിക്കുന്നു. അപ്പോഴേക്കും ഈ അംഗദൻ വിചാരിച്ചു, ഈ അംഗദൻ ഉണ്ടല്ലോ, പിന്നെ ഭാര്യയുടെ മകനാണ് അംഗദൻ. അംഗദൻ വന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഈ ലങ്കയിൽ ഇനി ഒരു ശുദ്ധിയുടെ ഒരാളേ ഉള്ളൂ, ശുദ്ധിയുള്ള ഒരാളേ ഉള്ളൂ, അത് മണ്ടോദരിയാണ്. മണ്ടോദരിയെ പിടിച്ചുകൊണ്ട് വസ്ത്രാക്ഷേപം ചെയ്യുകയാണ്, തുണി പിടിച്ചഴിക്കുകയും. അപ്പോഴാണ് ബഹളം ഉണ്ടാക്കിയത് മണ്ടോദരി. ഇതാ എന്നെപ്പോലും വെറുതെ വിടുന്നില്ല, ഒരു സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ കഴിയാത്തവൻ ഒരു നാടിനെ എങ്ങനെ രക്ഷിക്കും? സ്വന്തം മക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതാ എന്നെയും ഇവർ നശിപ്പിക്കുകയാണ്. ഈ ലങ്കയുടെ ശുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ ധ്വംസിക്കപ്പെടുന്നു. നിങ്ങൾക്കിപ്പോഴും ജപം മാത്രമേ ഉള്ളല്ലോ, നിങ്ങൾ വലിയ പരാക്രമശാലിയാണെന്നുകൊണ്ട് എന്ത് കാര്യം എന്നൊക്കെ കുറേ ശകാരങ്ങളും ഭത്സനങ്ങളും എല്ലാം തുടങ്ങി ഈ മണ്ടോദരി. സ്വന്തം ഭാര്യയുടെ നാവിൽ നിന്ന് ഇന്ന് വരെ മറുത്തരക്ഷരം പറയാത്ത സ്ത്രീ, ആ മറുത്തരക്ഷരം പറയാത്ത സ്ത്രീയിൽ നിന്ന് ഇങ്ങനെയുള്ള പരിഭവവും പരിദേവനങ്ങളും അടങ്ങുന്ന, പരാതികളുമൊക്കെ അടങ്ങുന്ന, ശകാരങ്ങളടങ്ങുന്ന, കുറ്റപ്പെടുത്തലടങ്ങുന്ന വാക്കുകൾ ഇങ്ങനെ നിരന്തരം കേട്ടപ്പോൾ പിന്നെ ഇരിക്കാൻ പറ്റിയില്ല. മുള്ളു കൊള്ളുന്നത് പോലെ, ആണി തറച്ച് കയറുന്നത് പോലെ ദേഹത്ത് തോന്നുകയാണ്. മനസ്സിലേക്ക് 1000 മുനയുള്ള ആയുധം അടിച്ചിറക്കുന്നത് പോലൊരു അവസ്ഥയാണ്. രാവണൻ ചാടി എഴുന്നേറ്റു. ആ ജപം മുടക്കാനായിരുന്നു ഇവരെല്ലാം വന്നത്. അയാൾ ജപം നന്നായെങ്കിൽ ഒരിക്കലും രാവണനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വിഭീഷണൻ പറഞ്ഞയച്ചതാ, രാവണൻ ജപം തുടങ്ങിയിരിക്കുന്നു, കണ്ടോ അവിടെ ഹോമപ്പുരയിൽ നിന്ന് പുകയിരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വാമി നിങ്ങളൊരു കാര്യം ചെയ്യണം, രാമനോട് പറയുകയാണ്, സ്വാമി അവിടുന്ന് ശ്രദ്ധിക്കണം, ഒരു പല പുകയിരുന്നുണ്ട്, രാവണൻ തപസ് ചെയ്യുകയാണ്, നികുംബലിയിൽ നിന്ന് ജപിക്കുകയാണ്, ദിവ്യമായ ആയുധങ്ങളൊക്കെ കിട്ടും, ആ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല, വേഗം പോയി ആ തപസ് മുടക്ക് എന്ന് പറഞ്ഞിട്ടാണ് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകളെല്ലാം കൂടെ അങ്ങോട്ട് പോയാൽ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ മണ്ടോദരി പോലും ബലാത്കാരം ചെയ്യപ്പെടുകയാണ്. മറ്റു ഹീനമായ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വസ്ത്രാക്ഷേപം വരെയുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലേ. ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, ത്രിലോകപുരന്തരനായ രാവണ ചക്രവർത്തിയുടെ സാന്നിധ്യത്തിൽ ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഗതികേടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ രക്ഷ ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ ഏതായാലും ശരി, ഇങ്ങനെ രാവണൻ അവിടുന്ന് എഴുന്നേറ്റു. പിന്നെയാണ് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് മണ്ടോദരി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ രാവണനോട്. എല്ലാം വേദാന്ത സാരമായി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള അതേ കാര്യങ്ങളാണ്. റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഞാൻ പറയാത്തത്, ആവർത്തനം വന്നാലോ എന്ന് കരുതിയ. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, മുമ്പ് പലയിടങ്ങളിലായിട്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ്. ശരീരം എന്നതിനൊരർത്ഥമില്ല, പ്രാണൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജീവിതത്തിൽ എന്താ അർത്ഥമാണുള്ളത്, ഇത്രയും നേടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സാക്ഷാൽ പരമപുരുഷോത്തമനായ ഭഗവാനാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തോട് എതിരിടാൻ നിങ്ങൾ നിൽക്കരുത്, ധർമാത്മക ജീവിതമാണ് വേണ്ടത്, ഭക്തി സാധനയിലൂടെ ജീവിക്കാൻ കഴിയണം, അങ്ങനെ ഏകാഗ്രമായ മനസ്സോടുകൂടി രാമനെ ധ്യാനിക്കൂ, അപകടം ഒഴിവാക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. വേറെ എത്രയോ ആളുകൾ പറഞ്ഞു, അത് കേട്ടില്ല. പിന്നെ ഈ ഭാര്യ പറഞ്ഞാൽ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ രാവണൻ ഒരിക്കലും ഒന്ന് തീരുമാനിച്ചതല്ലേ. ചില ആളുകൾ അങ്ങനെയാണ്, എന്ത് കുഴപ്പങ്ങൾ വന്നാലും സ്വയം ഒരു തീരുമാനമെടുത്ത് അതിന് ആപത്തായാലും അത് മറ്റേ ഗുണങ്ങളായാലും അത് അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പ് എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ അപ്പോഴും ഈ കടുംപിടുത്തം വിടുകയില്ല. ഒരു കാര്യത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ല. അങ്ങനെയുള്ളൊരു ബോധ്യമാണ് ഉള്ളത്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് പിന്നെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ നാശങ്ങളെല്ലാം എന്നും എവിടെയും ഉണ്ടായിട്ടുള്ളത്. എവിടെ സഹനശക്തി ധ്വംസിക്കപ്പെടുന്നു, എവിടെ ഈ സഹിക്കാനുള്ള നമ്മുടെ സഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വലിയ ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ നമ്മളോട് പറയുകയാണ്, ഞാൻ ഇത് കണ്ടോ വിഷമാണ് ഈ കുപ്പിക്കകത്ത്, ഞാനിത് കഴിച്ച് ഇപ്പോൾ ആത്മഹത്യ ചെയ്യും.
അപ്പോൾ സുഹൃത്തായ ആളോടാ പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, എടേ നീ എത്ര മണിക്കാകുമ്പോൾ നീ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യും. അല്ല ഞാൻ ഇപ്പം എടാ അവിടെ പോയി ഒരാളെ കണ്ടിട്ട് വന്നിട്ട് നീ ആത്മഹത്യ ചെയ്തോ എന്ന് പറയാം. ആ നിർബന്ധത്തിൽ വഴങ്ങി അയാൾ പോന്നു. പോയി അയാളെ കുളിച്ചുകൊണ്ട് പോയി നല്ലൊരു സിനിമയൊക്കെ കാണിച്ചു കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മനസ്സ് സ്വസ്ഥമായി. എടാ പോയി ചാവടാ, ഞാൻ ചാവുന്നില്ല. ഇതാണ് അയാളുടെ മനോഭാവം. തൽക്കാല നിലയിലുള്ള വൈകാരിക സമ്മർദ്ദം, വികാര സമ്മർദ്ദം, സ്തോഭജനകമായ വിക്ഷുബ്ധത, വികാര വിക്ഷോഭം അടങ്ങിക്കഴിഞ്ഞാൽ തിരയടങ്ങിയ കടൽ പോലെയാണ്. അല്ലെങ്കിൽ ഇരമ്പിയാർക്കുന്ന തിരമാല പോലെ വിവേകവും വിവേചനവും നഷ്ടപ്പെട്ട് വേണ്ടാത്തതൊക്കെ ചെയ്യും, ആത്മനാശം വരവരുത്തും. അപ്പോൾ ആത്മനാശം ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്ന ആൾ പോലും, ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും തൽക്കാല മാനസിക അന്തരീക്ഷത്തെ ഒന്ന് സമരസപ്പെടുത്തി ഒന്ന് അല്പസമയം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ചാവുകയില്ല. തല്ലിക്കൊന്നാവും ചാവത്തില്ല, ആ ഒരു സമ്പ്രദായത്തിൽ വരും. അപ്പോൾ ഈ ഒരു മനോഭാവമുണ്ട് ഇതിനകത്തെല്ലാം, എല്ലാ കാര്യങ്ങളിലുണ്ട്. ഈ സഹനമെന്ന് പറയുക, ക്ഷമ, ലോകത്ത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ക്ഷമയാണ്. ആ ശക്തി സംഭരിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? അക്ഷമത്വമാണ് നമുക്ക് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങളിലും ഉള്ളത് അക്ഷമത്വമാണ്. അക്ഷമത്വത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നതല്ല. ആ അക്ഷമത്വത്തെ വേണ്ടെന്ന് വെച്ചിട്ട് ക്ഷമയൊന്ന് ശീലിച്ച് നോക്കുക. ക്ഷമ ശക്തിയാണ്, ക്ഷമ ബലമാണ്. അതിനോളം ബലമുള്ള ഒന്നും ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. ക്ഷമാഹീനമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ലോകത്ത് അസമത്വങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് വരെ. അല്ലാതെ ഒരിക്കലും ഒരു ദോഷങ്ങൾ ലോകത്തിലുണ്ടാകുന്നില്ല. അക്ഷമത്വം കൊണ്ടാണ്. അക്ഷമത്വം കൊണ്ട് അസമത്വങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, അസമത്വങ്ങൾ കൊണ്ട് അക്രമങ്ങൾ ഉണ്ടാകുന്നു, അക്രമങ്ങൾ കൊണ്ട് സർവ്വവിനാശം ഉണ്ടാകുന്നു. ഇതാണ് സംഭവിക്കുക. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ഡോദരി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇതെല്ലാം കൊടുത്ത് വിഭീഷണൻ രാജാവാക്കി കഴിഞ്ഞ് നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യാം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് രാവണൻ പറഞ്ഞത്, ഇങ്ങനെ രാമൻ എന്നെ കൊല്ലുമെന്നും ആ കൊല്ലുന്ന കാര്യം ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ് ഞാൻ ചെയ്യുന്നതെന്നും പറയുകയാണ്. എന്നിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. അത് വലിയ സന്നാഹങ്ങളോടെ ഒന്നും രാവണന് പോകാൻ കഴിഞ്ഞില്ല. മുമ്പ് ഈ ഇന്ദ്രജിത്തുമൊക്കെ പോയത് വലിയ സന്നാഹങ്ങളോടെയാണ്, വലിയ തേരമൊക്കെ എടുത്ത് അങ്ങനെ ഇല്ല, ഉള്ള സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് രാവണ യുദ്ധത്തിന് പോകുന്നത്. അങ്ങനെ യുദ്ധത്തിന് ചെന്നു, ഭയങ്കരമായ യുദ്ധം അങ്ങോട്ട് നടത്തി. ആ യുദ്ധത്തിൽ സകല ആളുകളെയും എതിർത്ത ആളുകളെ മുഴുവനും രാവണൻ കൊന്നു. ഒടുവിലെ രാവണൻ്റെ അതിശക്തമായ ആയുധങ്ങൾ ഏറ്റിട്ട് രാമൻ്റെ തേര് ഓടിയ നാശമായിപ്പോയി, കുതിരെല്ലാം മരിച്ചു. തേരാളികൾ ആയിട്ടുള്ള ഒരു ബോധം കെട്ട് വീണു. രാമൻ തറയിലിറങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങി. യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അതോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദേവലോകത്ത്. ദേവേന്ദ്രൻ കണ്ടുകൊണ്ടിരുന്നിട്ട് അവിടുന്ന് തൻ്റെ സാരഥിയായ മാതലിയോട് പറയും, മാതലി എന്നാണ് ഇന്ദ്രൻ്റെ രഥസാരഥിയാണ്. അപ്പോൾ ആ മാതലിയോട് പറഞ്ഞു, മാതലി നീ വേഗം ഭൂമിയിലോട്ട് ചെല്ല്, ആ തേരുമൊക്കെ എടുത്ത് ശരിയായിട്ട് ചെല്ല്. ശ്രീരാമചന്ദ്രൻ അവിടെ തേര് ഒടിഞ്ഞിട്ട് വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നു, നീ പോയി ഒന്ന് അത് തേര് കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മാതലി രംഗപ്രവേശം ചെയ്യുന്നു. ഈ തേര് കൊണ്ടു അതിൽ ദിവ്യങ്ങളായ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ദ്രൻ്റെ അസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പല ദിവ്യാസ്ത്രങ്ങളും അയച്ച് കാണുന്ന ആളുകൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിൽ അധീക്ഷണമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മാതലി ഇതുകൊണ്ട് ചെല്ലുന്നത്. ഈ മാതലിയെയും ഈ അസാമാന്യ ശക്തിയുള്ള കുതിരകളെയും ഒക്കെ കെട്ടി ഇന്ദ്രൻ്റെ തേരല്ലേ, ഒരു സൂപ്പർസോണിക് പവറുള്ള ഒരു തേര അത്. ആ തേരിലേക്ക് രാവൻ കയറി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ അസാധ്യമായ യുദ്ധമാണ്. ഐന്ദ്രാസ്ത്രം എന്ന് പറയുന്ന, അതായത് ഇന്ദ്രൻ്റെ തേരിലുണ്ടായിരുന്ന അമ്പൊടുങ്ങാത്ത ആവനാഴിയാണ് അതിനകത്ത് കേട്ടോ. ഇതിനകത്തുണ്ടായിരുന്ന അമ്പൊടുങ്ങാത്ത ആവനാഴിയാണ്. പണ്ട് അർജുനനുണ്ടായിരുന്നത് പോലെ എത്ര എടുത്താലും അതിനകത്ത് പിന്നെ അസ്ത്രം കാണും, അസ്ത്രം ഒഴിവാകത്തില്ല എത്രയായാലും. അങ്ങനെയുള്ള അമ്പൊടുങ്ങാത്ത ആവനാഴിയുമായിട്ടാണ് ഈ മറ്റായുധങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ മാതലി തേര് തെളിച്ച് ഇങ്ങോട്ട് വന്നത്. ഇന്ദ്രൻ പറഞ്ഞയച്ചതാണ്. അതിലുള്ള ഐന്ദ്രാസ്ത്രം എന്ന് പറയുക അസ്ത്രം എടുത്ത് ജപിച്ചു, അയച്ച് ഓരോ ശിരസിലും അയക്കുമ്പോൾ ആ ശിരസ് മുറിഞ്ഞ് വീട്ട് അടുത്ത് കളിച്ചു വരിക. നമുക്കൊക്കെ ശരീരത്തിൽ രണ്ട് സാധനങ്ങളല്ലേ ഉള്ളൂ മുറിച്ചാൽ കളിക്കുന്നത്, രോമവും മുടിയും. ഇതങ്ങനെയല്ല, ഈ തല ഓരോന്ന് മുറിഞ്ഞ് വീഴുക, വീണ്ടും ആ തല കിളിക്കുക, പിന്നെ മുളച്ചു വരും. ബ്രഹ്മാവ് അങ്ങനെ വരം കൊടുത്തതാണ്, വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഇങ്ങനെ വരം കൊടുത്തു എത്രയോ പേരെ
ആണ് ഈ വരം കൊടുത്ത് ദേവന്മാർക്ക് വിശേഷിച്ച് വിഷ്ണുവിനും ശല്യം ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മുടെ കഥയുടെ ഒരു രീതി വളരെ രസകരമായ കാര്യങ്ങളാണ്. ഈ വരദാനവും ശാപവും ഇങ്ങനെ ഈ വരദാനവും ശാപവും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. കാരണം ഒരു ശ്രേഷ്ഠത്വം കൊടുക്കുക, ഒരു നാശം കൊടുക്കുക. അലങ്കൃത്യ ശിരച്ഛേദം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അലങ്കരിക്കുക, കഴുത്ത് കെട്ടിച്ച് കളയുക. ഇതാണ് ദേവന്മാരുടെ ഒരു പരിപാടിയാകും. ചില ആളിരുന്ന് വരം കൊടുക്കും, ശിവനടക്കമാണ് ഇത് വരം കൊടുക്കുക, അത് പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ വിഷ്ണു പോയി സംഹരിക്കുക. ഇതാണ് വിഷ്ണുവിനാണ് ഇതെല്ലാം ഒതുങ്ങുന്നത്. എല്ലാത്തിനെയും ഒതുക്കാൻ സംഹാരമൂർത്തിയാണ് ശിവൻ എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ സംഹാരക്രിയ കൂടി വിഷ്ണു ചെയ്തതായിട്ടാണ് നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെയാണ്. നരകാസുരനെ വധിച്ചു, പിന്നെ എത്രയോ ആളുകളെ ഈ വധിക്കുന്നു. വരം വാങ്ങിച്ച ആളുകളെയൊക്കെ ചൂണ്ടൂന്ന് വിരൽ തലമണ്ടയിൽ തൊട്ടാൽ ആണ്ടമെന്നറിയാതെ ചാമ്പലായി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭസ്മാസുരൻ്റെ കാര്യം മോഹിനി വേഷം കെട്ടിയിട്ട് പോയതേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിഷ്ണുവാണ് അവസാന വാക്ക്. വേറെ എല്ലാവരും ഓരോതൊക്കെ വരവൊക്കെ കൊടുക്കുമെങ്കിലും അത് ഒരു കാരണവശാലും അവർക്കാർക്കും അതിനെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിഹരിക്കാൻ കഴിയാതെ ഒടുവിൽ അത് ചെയ്യുന്നതെല്ലാം വിഷ്ണുവാണ്. വിഷ്ണു ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഒരു ശരം എടുത്ത് ബ്രഹ്മാസ്ത്രത്തെ ജപിച്ച് ആ ശരത്തെ ഞാണിൽ തൊടുത്തു. ഞാൻ കാത് വരെ വലിക്കുക, വലിയ ശക്തിയിൽ വലിക്കുക. നല്ല ടെമ്പറായിട്ട് കെട്ടിരിക്കുന്ന വില്ല് ടെമ്പറായിട്ട് കെട്ടിരിക്കുക. സാധാരണ അസ്ത്രം വലിച്ചു വിടുക, അത്ര പകുതി വലിക്കത്തുള്ളൂ. ഇത് ഏറ്റവും ശക്തമായി വലിക്കുമ്പോൾ അതിൻ്റെ വില്ലിൻ്റെ ഞാണ് എത്ര ബാക്കിലേക്ക് അതിശക്തമായി വളയ്ക്കുന്നോ അത്രയും വേഗത്തിലും ദൂരത്തിലും ശക്തിയിലും ഈ അസ്ത്രം പോകും. അതാ വിൽ പ്രയോഗത്തിൻ്റെ ഒരു വിശേഷമാണ്. അങ്ങനെ കാതുവരെ ഈ അസ്ത്രം വലിച്ച് വിട്ടു. ബ്രഹ്മാസ്ത്രമാണ്. അത് ചെന്ന് രാവണൻ്റെ ഹൃദയത്തിൻ്റെ നേർക്ക് ചെന്ന് തുളഞ്ഞ് കയറി ഹൃദയം പിളർന്ന് ആ ഇതിഹാസ പുരുഷൻ മരിക്കുകയാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ മരിക്കല്ല. പണ്ട് ഹനുമാൻ കണ്ടിട്ട് രാവണനെ കണ്ടിട്ട് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? അഹോ വീര്യം, അഹോ ധൈര്യം, അഹോ സത്വം, അഹോ ദ്യുതി, അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണ സംയുക്ത എന്നാണ് പറഞ്ഞത്. എന്തൊരു ദ്യുതിയാണിത്, എന്തൊരു സ്ഥൈര്യമാണിത്, എന്തൊരു ഐശ്വര്യമാണിത്, എന്തൊരു ആധിപത്യമാണിത്. സർവലക്ഷണ സംയുതമാണ് രാവണൻ എന്ന് ഹനുമാൻ കണ്ടൊരിക്കൽ പറഞ്ഞതാണ്. അത്രത്തോളം ഉള്ള ഒരു കാര്യമാണ് ഇവിടെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ മരണാസനായിട്ട് കിടക്കുന്ന സമയത്ത് ഈ രാമൻ ചെന്ന് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ചെന്ന് അന്ത്യമായിട്ട് വല്ല ഉപദേശിക്കാനുണ്ടോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചു. അതാണ് രാമൻ്റെ ഒരു മഹത്വമാണ്. ശത്രുവാണെങ്കിൽ പോലും മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പോയി ഉപദേശം തേടുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ. അപ്പോൾ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനമായ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, വിശേഷമായിട്ട് പറഞ്ഞത് ശുഭസ്യ ശീഘ്ര എന്നാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, പിന്നെ എന്ന് വയ്ക്കരുത്. ഏറ്റവും പ്രധാനമായ ഉപദേശമാണ്. അത് രാമൻ സ്വീകരിച്ചു എന്നാണ്, സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് പോലും നമുക്ക് ഉപദേശം തേടാൻ കഴിയും. നമ്മുടെ ഗുരു യഥാർത്ഥത്തിൽ ആരാണ്? എത്ര പേര് നമുക്ക് ഗുരു ഉള്ളത്? ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധത്തിലെ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. 24 ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. നിലം തൊടാ മണ്ണ് കൊണ്ടുപോയി നമ്മുടെ മേൽക്കൂരയിൽ ഈ കൂട് വയ്ക്കുന്ന വേട്ടാളൻ എന്ന് പറയുന്ന ജീവി നമ്മുടെ ഗുരുവാണ്. ഭൂമിയിൽ നിന്ന് അല്പാൽപമായി ഈ മണ്ണ് എടുക്കും, ഉമിനീര് ചേർത്ത്, നമ്മുടെ സലൈവ ഉമിനീര് ചേർത്ത് അത് കുഴച്ചെടുക്കും, അതുകൊണ്ട് പറ്റിച്ചു വയ്ക്കും. അവ നിലം തൊടാ മണ്ണ് കൊണ്ട് കൂട് വയ്ക്കുന്ന വേട്ടാളൻ മുതൽ ഇങ്ങനെ വലിയ സിദ്ധ യോഗീശ്വരൻ വരെയുള്ള ആളുകൾ നമ്മുടെ ഗുരുക്കന്മാരാണെന്നാണ് പറയുന്നത്. മണ്ണിൽ വളർന്ന ചെറിയൊരു പുൽക്കൊടി, ആ പുൽക്കൊടി ഒരു പുല്ല് അവിടെ നിൽക്കുന്നു, അപ്പുറത്ത് വേറൊരു പുൽച്ചെടി നിൽക്കുന്നു. രണ്ട് ഒരേ മണ്ണ്, ഒരേ വെള്ളം, ഒരേ വളമൊക്കെയാണ്. അതെല്ലാം സ്വീകരിച്ച് വളർന്ന രണ്ട് പുൽക്കൊടികളാണ്, രണ്ട് സസ്യങ്ങളാണ്, രണ്ട് പ്ലാന്റാണ്. രണ്ട് തരം പൂവ്, രണ്ട് തരം നിറം, രണ്ട് തരം ഗുണം, രണ്ട് തരം മണം. എങ്ങനെ വന്നു? ഈ വ്യത്യസ്തത ആരാണ് ഉണ്ടാക്കിയത്? നമുക്ക് കഴിയുമോ? റോസാപ്പൂവിൽ മണം ചേർത്തത് ആരാണ്? അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആ രഹസ്യങ്ങൾ ആരാണോ അത് ചെയ്തത്, അതെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണെന്നാണ്. നമുക്ക് കഴിയാത്തത് ഒരു ചെറിയ ശിശുവിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമുക്ക് ചെറിയ കുട്ടികൾ അത്രയും പോലും വിവരം നമുക്ക് പലപ്പോഴും പല കാര്യത്തെക്കുറിച്ചില്ല. അവരിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നു.
അതുകൊണ്ടൊരു ദോഷവുമില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ എത്തുന്ന എല്ലാ ആളുകളിൽ നിന്നും, ചെറുതും വലുതുമായ എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും അല്പം പഠിക്കാനുണ്ടാവും. ഉറുമ്പിനെ നമുക്ക് പഠിക്കാനില്ലേ? ഉറുമ്പിനേക്കാൾ എത്ര വലിപ്പമുള്ളതാ ഒരു അരിമണി. ആ കൊച്ചുറുമ്പ് ആ അരിമണി ബുക്ക് എടുത്തുകൊണ്ട് എങ്ങനെയാണ് പോകുന്നത്? നമുക്ക് കഴിയുന്ന കാര്യമാണോ? അപ്പോൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ ആളുകളിൽ നിന്നും പഠിക്കാനുണ്ട്. ആ പഠനം കൂടെ ചേരുന്നതാണ് ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ അഹങ്കാരമോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പഠിച്ച് എന്തിനാ എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. അവരിൽ നിന്നും ഒരു ശരിയുടെ അംശം നമുക്ക് പഠിക്കാനുണ്ടാവും. എന്തായാലും രാവണൻ്റെ ഹൃദയം പിളർന്നു, രാവണൻ ഹൃദയം തകർന്ന് മരിച്ചു വീണു. ആ ശരം രാവണൻ്റെ ഹൃദയം പിളർന്ന ശേഷം ഭൂമി പിളർന്ന പാതാളത്തിൽ പോയി നദീസ്നാനം ചെയ്തിട്ട് തിരിച്ച് രാമൻ്റെ ആവനാഴിയിൽ വന്ന് വീണു എന്നാണ് കഥ. രാവണൻ മരിച്ചു വീണതോടെ ശേഷിച്ച എല്ലാ രാക്ഷസന്മാരും യുദ്ധക്കളത്തിൽ നിന്ന് ഓടി എവിടെയൊക്കെ പോയി ഒളിച്ചു. രാവണഹത്തെയും രാമൻ്റെ വിജയത്തെയും കണ്ട് ഈ വാനന്മാരായുള്ള ആളുകളെല്ലാം വളരെ സന്തോഷിച്ചു, ആനന്ദ നൃത്തം ചെയ്തു. അന്തരീക്ഷത്തിൽ ദിവ്യങ്ങളായ വാദ്യങ്ങൾ ദേവന്മാർ കൊണ്ട് ദേവവാദ്യങ്ങൾ മുഴക്കി. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. മഹർഷിമാർ, സിദ്ധന്മാർ മുതലായ ചാരണന്മാർ, ദേവന്മാർ മുതലായവർ ശ്രീരാമനെ സ്തുതിച്ചു. അപ്സര സ്ത്രീകൾ ആകാശത്ത് വന്നു നിന്ന് നൃത്തം ചെയ്തു. രാവണൻ്റെ ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട ജീവചൈതന്യം ദേവന്മാർ നോക്കി നിൽക്കെ രാമനിൽ തന്നെ വന്ന് ലയിച്ചു. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. രാവണനിൽ അടങ്ങിയത് ജീവാത്മാവ് ആ ശരീരത്തിൽ നിന്ന് ഉയർന്ന് രാമൻ എന്ന പരമാത്മാവിൽ വന്ന് ലയിക്കുന്നു. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിൽ മിക്ക സമയങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വാചകം, അഹം ബ്രഹ്മാസ്മി. ഉപനിഷത്തിൽ പറയുന്ന കാര്യം, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ഈശ്വരനാണ്. എല്ലാ ചരാചര പ്രകൃതികളും ഈ ജീവാത്മാക്കളാണ്. ആ ജീവാത്മാക്കളുടെ അങ്ങേയറ്റം ദി അൾട്ടിമേറ്റ് സ്റ്റേജ് ഓഫ് ദിസ് ജീവാത്മ എന്ന് പറയുന്നത് എവിടെയാണ്? പരമാത്മാവിൽ നിന്ന് ജീവാത്മാക്കളായി മാറുകയും വിവിധ കർമ്മങ്ങളാകുന്ന ലീലകളിൽ മുഴുകിയതിന് ശേഷം ഈ ജീവാത്മാക്കളെല്ലാം ഒടുവിൽ പരമാത്മാവിൽ വന്ന് ലയിക്കുകയും ചെയ്യുമെന്നുള്ള സിദ്ധാന്തം ഭാരതീയ വേദാന്ത ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു തത്വമാണ്. അനിഷേധ്യമായ, അനിരോധമായ ഒരു തത്വമാണത്. അതാണ് ഇവിടെയും സംഭവിച്ചത്. രാമനിൽ തന്നെ വന്ന് ലയിക്കുകയാണ് എന്നർത്ഥം. ഇത് പൂർവ്വജന്മത്തിൽ ജൈവജന്മാരായിരുന്നല്ലോ, വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നല്ലോ. അപ്പോൾ സ്വന്തം ധാമത്തിലേക്ക്, സ്വന്തം അധിഷ്ഠാന കേന്ദ്രത്തിലേക്ക്, സ്വന്തം സങ്കേതത്തിലേക്ക് അവർ തിരിച്ചെത്തി എന്നുള്ള ആശയം അവിടെ ഈ അധ്യാത്മരാമായണകാരൻ ശക്തമായി ധ്വനിപ്പിക്കുകയും അല്ലെങ്കിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പരമാത്മാവിൽ വന്ന് അല്ലെങ്കിൽ രാമനിൽ വന്ന് ലയിച്ചു. അത് കണ്ട് ദേവന്മാർ ആശ്ചര്യപ്പെട്ടു. അങ്ങനെയാണ് ഈ രാവണവധം അവിടെ വരുന്നത്. രാവണവധത്തിന് ശേഷമുള്ള പിൽക്കാല സംഭവങ്ങൾ നമുക്ക് നാളെ പറയാം. 5 മിനിറ്റ് ബാക്കിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം.